പിള്ളേരൊക്കെ അമ്പും വില്ലും വെച്ച് ആൾക്കാരെ വിടണ്. എൻ്റെ പൊന്നണ്ണാ, ഞാൻ തിയേറ്ററിൽ എനിക്ക് കണ്ടിരിക്കാൻ പറ്റിയില്ലടേ സെക്കൻഡ് ഹാഫൊക്കെ. ആരും അറിയാതെ വരികയും ആരും അറിയാതെ പോവുകയും ചെയ്യുന്ന ബോംബേട്ടന്റെ ബോംബ് പടം. യെസ് ഗൈസ്, വിനയപുരസരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇടിയൻ ചന്തു. പേര് പോലെ തന്നെ ചെറുപ്പം മുതലേ എല്ലാവരും ഇടിക്കുന്ന മുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയെ കണ്ടല്ലേ പഠിക്കുന്നത്. പക്ഷെ ഈ കൊടുക്കുന്നത് പോലെ ചെറുക്കൻ മേടിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. നാട്ടിലെ പിള്ളേരുടെ കയ്യിൽ നിന്നും അടി, സ്കൂളിൽ ചെന്നപ്പോൾ പെൺപിള്ളേരുടെ കയ്യിൽ നിന്നും അടി, സ്കൂളിലെ ടീച്ചറിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും അടി, അങ്ങനെ നീണ്ടു പോകുന്നു ആ ലിസ്റ്റ്. ചന്തുവിന്റെ അച്ഛൻ ഇടിയൻ ചന്ദ്രൻ ഒരു പോലീസുകാരനാണ്. പേര് പോലെ തന്നെ എല്ലാവരെയും ഇടിക്കും. അങ്ങനെ ഒരു ദിവസം കുറച്ച് ഗുണ്ടകൾ ചന്ദ്രനെ ആക്രമിക്കാനെത്തും. അത് കണ്ട് ചന്ദ്രൻ രണ്ട് മാസ് ഡയലോഗ് അങ്ങ് അടിക്കും. പിന്നെ നടന്നത് ചരിത്രം. സാധാരണ മരണ വീട്ടിൽ വരുന്ന നാട്ടുകാര് കുടുംബത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ് പതിവ്. പക്ഷെ അന്ന് മരണ വീട്ടിൽ വന്ന നാട്ടുകാര് ചന്ദ്രന്റെ ഭാര്യയോട് ചോദിക്കും, അതേ മോളെ, ഞങ്ങൾക്ക് ചന്ദ്രനെ കുറച്ച് കാശ് തരാനുണ്ട്, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? ഇവരെ കൊണ്ട് കാശ് തരാനൊന്നും പറ്റില്ലെന്ന് നാട്ടുകാർ പറഞ്ഞത് കേട്ടതും ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രന്റെ മരണ ഫോട്ടോ തിരിച്ചു വെച്ച് പുതിയൊരു സംരംഭം അങ്ങ് തുടങ്ങും. ഇത് കണ്ട നാട്ടുകാർ പറയും, അപ്പൊ ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിൽ ചന്തുവിന്റെ അമ്മയോട് ഒരുത്തൻ ഒരു നാറിയ വർത്തമാനം പറയും. എന്റെ കാശിന് വലിയ ധൃതിയൊന്നും ഇല്ലട്ടാ, പിന്നെ കാശായിട്ട് തന്നെ വേണമെന്നില്ല. അത് കേട്ടതും ചന്തു അവന്റെ മുഖത്തേക്ക് നല്ലൊരു ചാമ്പും. അടുത്ത സീനിൽ ഏതോ ചെറുക്കനെ തല്ലിയതിന് നാട്ടുകാർ ചന്തുവിനെ പിടിച്ചോണ്ട് വരികയാണ്. അത് കണ്ട പോലീസുകാരൻ പറയും, ഈ തല്ലും കേസ് ഉണ്ടാക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിയേക്കണം, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ അതേ ഗതി നിനക്കും വരും. അതോടെ ചന്തു ഒരു വഴക്കുണ്ടാക്കാതെ സമാധാനമായി നടക്കുകയാണ്. ഇത് കേട്ട് ചന്തുവിന്റെ അമ്മ സന്തോഷത്തോടെ വല്യമ്മയോട് പറയും, എനിക്ക് ഇപ്പോഴാ സമാധാനായി. ആരെങ്കിലും അവനെ മെക്കെട്ട് കയറാൻ വന്നാ പോലും അവൻ തിരിച്ചു തല്ലില്ല. പക്ഷെ ആ പരട്ട കിളവി പറയും, അവൻ എത്ര നന്നായെന്ന് പറഞ്ഞാലും ഇടയതരമാനല്ലേ, തന്തയുടെ ഗുണം കാണിക്കാതിരിക്കൂ. അതോടെ കണ്ട അണ്ടനും അടകോടനും വരെ ചന്തുവിനെ എടുത്തിട്ട് മേയും. അങ്ങനെ ഒരു ദിവസം അത് കണ്ട പോലീസുകാരൻ പറയും, ഒന്നല്ലെങ്കിലും നീ നാളെ ഒരു പോലീസുകാരനാവണ്ടല്ലടാ, എപ്പോഴും ഇങ്ങനെ നാട്ടിൽ നിന്ന് ധർമ്മം മേടിച്ചാ ഒരു വില ഉണ്ടാവൂലട്ടാ. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. അങ്ങനെ ചന്തു വീണ്ടും ഇടി തുടങ്ങും. അവസാനം എറണാകുളത്തുള്ള എല്ലാ സ്കൂളിൽ നിന്നും TC കൊടുത്തുവിടും. അങ്ങനെ ഒടുവിൽ വേറെ വഴിയില്ലാതെ അവനെ കോതമംഗലത്തെ സ്കൂളിലേക്ക് മാറ്റും. ഇതിലെ മറ്റൊരു വെറുപ്പിക്കൽ ക്യാരക്ടറാണ് ചന്തുവിന്റെ കൂട്ടുകാരി ദുർഗ. ഇടിയുണ്ടാക്കാൻ ചന്തുവിന് പ്രോത്സാഹനം കൊടുക്കുന്നത് ഇവളാണ്. അങ്ങനെ അമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് ഇപ്പോൾ ചന്തുവിന്റെ താമസം. ചന്തു വീട്ടിൽ വന്ന് കയറിയത് സഹോദരന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്തു വന്ന് കയറിയതോടെ സമാധാനം പോയ അങ്ങേരുടെ ഭാര്യ ഒരു ദിവസം മകളോട് പറയും, ഇനി ഇവിടെ ഇങ്ങനത്തെ ഭാഷമാരോട് നടക്കത്തില്ല കേട്ടോ, മാന്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ കൊള്ളു പഠിപ്പിച്ചതിന്റെ ചന്തിക്കൊക്കെ ഞാൻ. എന്നിട്ട് ചന്തുവിന്റെ കസിൻസ് ആണെങ്കിലോ, അതെ, സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ ബന്ധുവാണെന്നും ഞങ്ങളെ വീട്ടിലെ താമസമൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഈ കൂട്ടത്തിലുള്ള നടത്തം അതങ്ങ് ഒഴിവാക്കിയിരിക്കും. പടി. അതെ ഗൈസ്, നമ്മുടെ പാവൻ ചന്തു ഇനി കേൾക്കാൻ ഒന്നുമില്ല. ചന്തു അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് കയറും. അവിടെയാണെങ്കിലോ ബാക്ക് ബെഞ്ചേഴ്സ് വലിയ സംഭവമാണെന്നാണ് ഡയറക്ടർ സാർ ഈ സിനിമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മാതിരി ഷോയാണ് ബാക്ക് ബെഞ്ചിൽ ഈ കുരിപ്പുകൾ കാണിച്ചു കൂട്ടുന്നത്. ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആരെങ്കിലും പരീക്ഷ എഴുതി പാസ്സായ ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവ്, സിനിമ നടൻ, സംവിധായകൻ, അങ്ങനെയൊക്കെയാണ്. നിനക്ക് പഠിച്ചുള്ള ഡോക്ടർ എഞ്ചിനീയർ ആണെങ്കിൽ നീ പോയി ഫ്രണ്ട് ആയിരുന്നു. ഇവിടെ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ടീച്ചർ വന്ന് ചന്തുവിന്റെ നാട് എവിടെയാണെന്ന് ചോദിക്കും. കൊച്ചി എന്ന് കേട്ടതും ടീച്ചർ ചോദിക്കും, നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണു വന്നിരിപ്പുണ്ടല്ലോ, പോക്കറ്റിലെന്നാ നോക്കട്ടെ. ഈ പോക്കറ്റ് കാണിച്ച്. അപ്പോഴാണ് PT സാർ IM വിജയന്റെ വരവ്. വിജയൻ വന്ന് കാര്യം തിരക്കും. എന്നിട്ട് പറയും, നല്ലതാ,
ഇതൊക്കെ സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളെ ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദൂരം പരിശോധിച്ചിട്ട് വിട്ടാൽ മതി. ആ മക്കളെ. അതും കഴിഞ്ഞ് നാരങ്ങ വെള്ളം കൊടുക്കാൻ ഓഡിറ്റോറിയത്തിലെത്തിയ ചന്തുവിനെ പഴയൊരു കൂട്ടുകാരി ഒന്ന് പെരുമാറും. അങ്ങനൊന്നുമില്ല, വന്നിറങ്ങേണ്ട പരിചയപ്പെടലേ. അവളുടെ ചവിട്ട് കിട്ടിയ ചന്തു ആകട്ടെ സ്പൈഡർമാൻ കളിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഈ വെറുപ്പിക്കലിന് ശേഷമാണ് നമ്മുടെ ടീച്ചറിന്റെ ഭർത്താവ് വന്ന് സ്കൂളിൽ പ്രശ്നമുണ്ടാക്കുന്നത്. അങ്ങേരുടെ കൂടെ വന്നിരിക്കുന്ന ഈ മുതലാണ് സിനിമയിലെ മെയിൻ വില്ലൻ. അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. ചന്തു ആണെങ്കിൽ ഈ കോമഡി മുതലിനെ ഇടിച്ച് കിണറ്റിലിടും. അതിന്റെ വൈരാഗ്യത്തിൽ വില്ലൻ ചെന്ന് ചന്തുവിന്റെ വീട്ടിൽ കയറി മാസ് കാണിച്ച് അടിയുണ്ടാക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവിടെയുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൂട്ടും. ചെടിച്ചട്ടി, വല, വടി, എന്തിന് മീൻ കൊണ്ടുവരെ അടി കിട്ടും. വില്ലന്മാരാണത്രേ വില്ലന്മാർ. അവസാനം എല്ലാത്തിനെയും പോലീസ് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ ചന്തുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വില്ലൻ ബൈക്കിൽ വന്ന് കൊല്ലും. ഇതിനെ നേരത്തെ തീർക്കേണ്ടതായിരുന്നു. ആളൊരു വിറപ്പിക്കൽ കേസാണെങ്കിലും അതോടെ ചന്തുവിന് ആകെ വിഷമമാകും. മഴയത്ത് പോയി വെള്ളം കോരി കുളിക്കും. പിന്നെ എല്ലാവരും കൂടി ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് പോകും. അതാണെങ്കിൽ ഒരു 1.5 ഫൈറ്റ്, ഒരു യുദ്ധഭൂമി. വില്ലനും ഗ്യാങ് സ്കൂളിലേക്ക് വന്ന് ചന്തുവിനെ കൊല്ലാൻ നോക്കുമ്പോൾ പ്രിൻസിപ്പൽ അച്ഛൻ പറയും, മക്കളെ, മുട്ടയിലഴഞ്ഞല്ലാതെ ഇവന്മാരിൽ ഒരുത്തം പോലും ഈ കോമ്പൗണ്ട് വിട്ട് പോകരുത്. ജെയിൻ സാർ, നമ്മുടെ പിള്ളേർക്ക് ആ ആയുധപ്പുര തുറന്നു കൊടുക്കുക. അത് കേട്ടതും സ്കൂളിലെ പിള്ളേരും ടീച്ചറും ബാക്കി ജോലിക്കാരും കൂടി വില്ലന്മാരെ അടിക്കാൻ ഇറങ്ങും. സ്പോർട്സ് ഐറ്റംസ് എല്ലാം ടൂൾസ് ആക്കി മാറ്റിയാണ് അടി. ബോൾ എറിയുന്ന മെഷീൻ കൊണ്ട് വില്ലന്മാരെ നേരിടുക, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടി. അതിനിടയിൽ ഇത് എന്തോന്നടേ, ബാഹുബലിയിലെ ദേവസേനയോ? അമ്പ് കൊണ്ട് നേരിടൽ. ദേവസേന ഗുണ്ടകളുടെ ചന്തിയിൽ വരെ അമ്പ് കയറ്റും. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. അതിനിടയിൽ വിജയണ്ണനെ കൊണ്ട് തോറ്റു. വിജയണ്ണ അണ്ണൻ വലിയ ഫുട്ബോളറൊക്കെ തന്നെ എന്നും പറഞ്ഞ് ഫുട്ബോളും കൊണ്ട് ഗുണ്ടകളൊക്കെ ഇടിക്കാൻ പോണോ? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? അതൊക്കെ സമ്മതിച്ചു. ഇതെന്തോന്ന് ഇത്രയും വലിയ അടി നടക്കുന്നതിനിടയ്ക്ക് ഡാൻസ് പരിപാടി നടത്തി ഗുണ്ടകളെ അടിക്കാൻ നോക്കുന്ന പെൺപടയോ? ഇതൊക്കെ എന്തോന്ന് ദുരന്തമാടേ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും കൂടി ഈ അപരാധമൊക്കെ കാണിച്ച് വില്ലന്മാരെ അടിച്ചോടിക്കും. അടുത്ത സീനിൽ സ്കൂളിന്റെ മുന്നിൽ സ്മോക്ക് ബോംബൊക്കെ ഇട്ട് നമ്മുടെ മെയിൻ വില്ലന്റെ അക്ക വരും. മെയിൻ വില്ലനെ പിള്ളേർ അടിച്ചോടിച്ചതിന് ദേഷ്യത്തിൽ ഒരു ലോഡ് ഗുണ്ടകളുമായി അക്ക എത്തിയിരിക്കുന്നു. സെക്കൻഡ് പാർട്ട് ബോംബ് ലോഡിങ്. പടം തീർന്ന്. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്.